നോഹയുടെ പെട്ടകം മുറിച്ച അററാത്ത് പർവ്വത നിരകളെപ്പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ. അററാത്ത് പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അർമേനിയ എന്ന കൊച്ചി യുറേഷ്യൻ രാജ്യത്താണ്. ആ അർമേനിയയിലെ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ദോഹയിലെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഇവിടുന്ന് രാത്രി 8:50 സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ഏകദേശം 2 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് അർമേനിയയിലെ അവരുടെ ക്യാപിറ്റലായ യെരവാനിലെ ഷ്വാട്ട്നോട്സ് എയർപോർട്ടിലെത്തുന്നതാണ്. അർമേനിയ ഇന്ത്യക്കാർക്ക് ഓൺലൈനായിട്ട് സന്ദർശക വിസ അനുവദിക്കുന്നുണ്ട്. അതിനായി ഏകദേശം 7,000 തൊട്ട് 10,000 രൂപ വരെ ഓൺലൈൻ പേ ചെയ്യുകയാണെങ്കിൽ വിസ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വിസ ലഭിക്കുന്നതാണ്. ഇനി അതല്ല GCC റെസിഡൻസ് കാർഡ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അമേരിക്കൻ വിസ ഉണ്ടെങ്കിൽ ഓണറേബിളായിട്ടും നമുക്ക് ഈ വിസ ലഭിക്കുന്നതാണ്. ഓണറേബിൾ വിസയ്ക്ക് ഏകദേശം $7 ആണ് ഫീസ് വരുന്നത്. ഓണറേബിൾ വിസ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അർമേനിയയിലെ എയർപോർട്ടിൽ എത്തിക്കഴിയുമ്പോൾ എമിഗ്രേഷന് തൊട്ട് മുന്നിലായിട്ട് ഒരു കോൺവേഴ്സ് ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്കുണ്ട്. ആ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ $7 ഫീസ് അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് അവർ റെസിപ്റ്റ് തരികയും ആ റെസിപ്റ്റ് കൊണ്ടുപോയിട്ട് മറ്റൊരു കൗണ്ടറിൽ കാണിക്കുകയാണെങ്കിൽ അവർ നമ്മുടെ പാസ്പോർട്ടിൽ ഒരു സ്റ്റിക്കർ വിസ പതിച്ചു തരികയും ചെയ്യുന്നതാണ്. ഈ വിസയ്ക്ക് പരമാവധി 21 ദിവസം വാലിഡിറ്റി ഉണ്ട്. ഇതുമായി നമ്മൾ നേരെ എമിഗ്രേഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ നമുക്ക് എമിഗ്രേഷൻ ചെയ്യാവുന്നതാണ്. എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിൽ സ്ഥിതി ചെയ്യുന്ന സിറ്റി സെൻറ്റർ ഏകദേശം 12 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടാക്സി ബുക്ക് ചെയ്യണം. നിരവധി പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അർമേനിയ. അതല്ലെങ്കിൽ പ്രീപെയ്ഡ് ടാക്സികൾ അവിടെ കിട്ടും. പക്ഷേ ഊബർ അവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ടാക്സി വിളിക്കാൻ പറ്റും. യാൻഡെക്സ് ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എയർപോർട്ടിലെ ഫ്രീ വൈഫൈ ഉപയോഗിച്ച് നമുക്ക് ടാക്സി ബുക്ക് ചെയ്യാം. അങ്ങനെ ഏകദേശം പുലർച്ചെ 2:30 ഞങ്ങളുടെ ഹോട്ടലിൽ എത്തിച്ചേർന്നത്. 2020 ജനുവരി ആദ്യ ആഴ്ചയിലാണ് ഞങ്ങൾ അർമേനിയയിലേക്ക് യാത്ര ചെയ്യുന്നത്. ഈ സമയം അവിടെ അതിശൈത്യമാണ്. അതുകൊണ്ട് ആവശ്യമുള്ള സ്വെറ്ററുകളും ജാക്കറ്റുകളും എല്ലാം കരുതി വേണം യാത്ര ആരംഭിക്കാൻ. പ്ലാൻ ചെയ്തിരുന്നത് പോലെ ഞങ്ങളുടെ ആദ്യ ദിവസത്തെ യാത്ര സിറ്റി സെൻറ്ററിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരെയുള്ള ഗിഗാർഡ് മൊണാസ്ട്രിയിലേക്കും അത് കഴിഞ്ഞിട്ട് ഗാർണി ടെമ്പിളിലേക്കുമാണ്. കഠിനമായ തണുപ്പും മഞ്ഞുവീഴ്ചയുള്ളത് കാരണം സാധാരണ പോലെയുള്ള അതിരാവിലത്തെ യാത്രകൾ ഇവിടെ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ആദ്യം പോകുന്നത് ഗിഗാർഡ് മൊണാസ്ട്രിയിലേക്കാണ്. അത് ഏകദേശം നേരത്തെ പറഞ്ഞല്ലോ 40 കിലോമീറ്റർ ദൂരമുണ്ട് സിറ്റി സെൻറ്ററിൽ നിന്നും. വളരെയധികം ദൂരം യാത്ര ചെയ്ത് എത്തിച്ചേരാവുന്ന കാഴ്ചകളാണ് അർമേനിയയിൽ അധികം ഉള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ടൂർ പാക്കേജ് ബുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അർമേനിയയിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ ടൂർ പാക്കേജ് ഒന്നും ബുക്ക് ചെയ്തിരുന്നില്ല. മറിച്ച് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റിനോട് സംസാരിച്ച് ഒരു വണ്ടിയും ഒരു ഡ്രൈവറെയും അറേഞ്ച് ചെയ്ത് വെക്കുകയായിരുന്നു. ഗാർണിക് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു അർമേനിയക്കാരനാണ്. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വശമുള്ള ആളായിരുന്നു. ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അർമേനിയയിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന ആളുകളെ കിട്ടുക എന്നുള്ളത്. ഗാർണിക്ക് ഒരു പ്രൊഫഷണൽ ടൂർ ഗൈഡൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് അർമേനിയയുടെയും ഈ സ്ഥലങ്ങളുടെയും ചരിത്രത്തെപ്പറ്റി നല്ല ഗ്രാഹ്യമുള്ള ആളായിരുന്നു. അങ്ങനെ മഞ്ഞ് നിറഞ്ഞ വഴികളിലൂടെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ആദ്യത്തെ യാത്ര നേരത്തെ പറഞ്ഞതുപോലെ ഗിഗാർഡ് മൊണാസ്ട്രിയിലേക്കുള്ളതായിരുന്നു. ഏകദേശം 1 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഗിഗാർഡ് മൊണാസ്ട്രിയുടെ മുന്നിലെത്തി. ഒരു വലിയ പാറക്കെട്ടുകൾ നിറഞ്ഞ മലയിൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ ഗുഹ പോലെ കാണുന്ന ഒരു മൊണാസ്ട്രി. എന്നാൽ അതിനകത്തേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ ബൃഹത്തും വിശാലവുമായ ഒരു പള്ളി നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ മലയിലെ കൂറ്റൻ കരിങ്കല്ലുകൾ കൊണ്ട് പണിതിരിക്കുന്നതാണ്. അർമേനിയയിലെ മൊണാസ്ട്രികളെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എല്ലാത്തിനും തന്നെ ഒരു രഹസ്യ സ്വഭാവമുള്ളതായിട്ട് തോന്നും. സിറ്റിയിൽ നിന്നും വളരെ ദൂരത്തിലും ആളുകൾക്ക് ചെന്നെത്താൻ പറ്റാത്തത്ര ദുർഘടമായ സ്ഥലങ്ങളിലുമൊക്കെയാണ് ഈ മൊണാസ്ട്രികളെല്ലാം പണിതിരിക്കുന്നത്. അതിനെ പറ്റിയിട്ട് ഗാർണിക്കിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ മൊണാസ്ട്രികളെല്ലാം തന്നെ ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിൽ പണിതാണെന്നും ആ സമയത്ത് ക്രിസ്ത്യൻ ആരാധനകൾ വിലക്കപ്പെട്ടതായിരുന്നു പോലും ഇവിടെ. കൂടാതെ സോവിയറ്റ് യൂണിയൻ്റെ കാലഘട്ടത്തിലും ഇതുതന്നെയായിരുന്നു ഇവിടെ ചരിത്രം. സോവിയറ്റ് യൂണിയൻ ഒരു തരത്തിലുള്ള ആരാധനയും അനുവദിച്ചിരുന്നവരല്ലല്ലോ. അതുപോലെ ഇലുമിനാറ്റി പോലെയുള്ള നിഗൂഢ ക്രിസ്ത്യൻ സംഘടനകളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു പോലും. അകത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഒരു മനോഹരമായ ഒരു ദേവാലയം. അതിനുള്ളിൽ നിറയെ ടൂറിസ്റ്റുകൾ, ആരാധകരെ ഇവരെ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുന്നു. മെഡീവിയൻ ശൈലിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ദേവാലയം കാണാൻ അതിമനോഹരമാണ്. പുരാതന നിർമ്മിതി ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഇലക്ട്രിക് ബൾബുകളോ അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈറ്റുകളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ആവശ്യത്തിനുള്ള വെളിച്ചം ഇതിന് മുകളിൽ കൊടുത്തിരിക്കുന്ന ഈ ദ്വാരങ്ങളിൽ കൂടെ, ഈ പ്രകാശദ്വാരങ്ങളിൽ കൂടെ ഈ ദേവാലയത്തിലേക്ക് പതിക്കുന്നുണ്ട്. അതുകൂടാതെ ധാരാളം മെഴുകുതിരികൾ കത്തിച്ചു വച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രകാശവും അതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയത്തിൻ്റെ ശരിയായ പേര് ഗുഹാ ദേവാലയം എന്നറിയപ്പെടുന്ന ഐരിവാങ്ക് എന്നാണ്. പക്ഷേ ഇന്ന് ഇതറിയപ്പെടുന്നത് ഗിഗാർഡ് വാങ്ക് ദേവാലയം എന്നാണ്. ഗിഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്തം എന്നാണ് അർത്ഥം വരുന്നത്. അതായത് കുരിശുമരണ സമയത്ത് യേശുക്രിസ്തുവിനെ പടയാളി കുത്തിയ കുന്തം
അദ്ദേഹത്തിൻ്റെ അപ്പസ്തോലനായ യൂദാ തദേവുസ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നാണ് ചരിത്രം. ആ കുന്തം ഇപ്പോൾ എക്മിയാഡ്സിൻ ട്രഷറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 4-ാം നൂറ്റാണ്ടിൽ ഗ്രിഗറി ദ എലിമിനേറ്ററാണ് ഈ മൊണാസ്ട്രിയുടെ നിർമ്മാണം ആരംഭിച്ചത്. അതായത് ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നും ഒരു അരുവി ഉത്ഭവിക്കുന്നു. ഇതിനെ യേശുക്രിസ്തുവിൻ്റെ നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ ഒഴുകി വന്ന ജലത്തിനോട് സാമ്യപ്പെടുത്തി ഈ മൊണാസ്ട്രിക്കുള്ളിൽ വരത്തക്ക വിധത്തിലാണ് മൊണാസ്ട്രിയുടെ നിർമ്മാണം ആരംഭിച്ചിരുന്നത്. ഈ ദേവാലയത്തിനകത്ത് അതിൻ്റെ വലതുവശത്ത് ഒരു ചെറിയ ഇടനാഴിയിലൂടെ കടന്ന് അകത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ഇരുട്ടുമുറി നമുക്ക് കാണാം. ആ ഇരുട്ടുമുറി പഴയ ദേവാലയത്തിൻ്റെ, അതായത് ഗുഹാനിർമ്മിതമായിരുന്ന പഴയ ദേവാലയത്തിൻ്റെ ഭാഗമായിരുന്നു. അതിനകത്ത് ഈ ഉറവ നമുക്കിപ്പോഴും കാണാം. അവിടെ നിന്നും ജലം ഉത്ഭവിച്ച് അത് ഇങ്ങനെ ഒരു സൈഡിലൂടെ ഒഴുകി പോകുന്നു. അവിടെ വളരെയധികം ആളുകൾ, അതായത് ആരാധകരും വിശ്വാസികളും ടൂറിസ്റ്റുകളും എല്ലാം പോയി ഈ ജലം കുടിക്കുകയും ആ വെള്ളം കുപ്പിയിൽ ശേഖരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 9-ാം നൂറ്റാണ്ടിൽ അർബാസിൻ്റെ കാലഘട്ടത്തിൽ ഈ ദേവാലയം അദ്ദേഹം നശിപ്പിച്ചു കളഞ്ഞു. പിന്നീട് അറേബ്യൻ റീജിയൻ ഭരണകാലത്ത് അവിടുത്തെ വൈസ് റീജൻ്റായിരുന്ന നാസർ ഈ ദേവാലയം കൊള്ളയടിക്കുകയും ഇവിടുത്തെ വിലപിടിപ്പുള്ള പല അമൂല്യ സാധനങ്ങളും അവർ നശിപ്പിച്ച് കളയുകയും ഇവിടുത്തെ പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം കത്തിച്ച് കളയുകയും ചെയ്തു. ഇത്ര വലിയ നാശനഷ്ടങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഭൂകമ്പങ്ങളിൽ പോലും ഈ ദേവാലയത്തിന് നേരിട്ടിട്ടില്ല എന്നാണ് ഗാർണി പറയുന്നത്. പിന്നീട് 1215 കാലഘട്ടങ്ങളിൽ ഉദാരമതിയായ ജോർജിയയിലെ തമാർ രാജ്ഞിയുടെ ജനറൽമാരായിരുന്ന സക്കേറിൻ്റെയും ഐവാൻ്റെയും നേതൃത്വത്തിൽ ഈ ദേവാലയം ഇന്നീ കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്. ദേവാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിൽ പുറത്തും ഇതുപോലെ തന്നെ ഒരു ജലസ്രോതസ് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്ന് ധാരാളം ആളുകൾ വെള്ളം കുടിക്കുകയും വെള്ളം ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പിന്നീട് അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ദേവാലയത്തിൻ്റെ മതിൽക്കെട്ടിന് വെളിയിലേക്ക് നോക്കുകയാണെങ്കിൽ കിഴക്കാൻ തൂക്കായ പാറക്കെട്ടുകൾക്കിടയിൽ വളരെ വിശാലമായ ഒരു സ്ഥലം കാണാൻ പറ്റും. ഈ പാറക്കെട്ടുകൾക്കിടയിലും ഇതുപോലെ തന്നെ ഗുഹകൾ കാണാം. ഈ ഗുഹകളിൽ ഇവിടുത്തെ പുരോഹിതന്മാർ താമസിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. മൊണാസ്ട്രി വിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അർമേനിയൻ പലഹാരങ്ങളും ഉണങ്ങിയ പഴവർഗ്ഗങ്ങളും മറ്റും വിൽക്കുന്ന ധാരാളം വഴിയോര കച്ചവടക്കാരെ കാണാം. അങ്ങനെ അതിമനോഹരമായ ഒരു മിഡീവിയൽ കൺസ്ട്രക്ഷനിലുള്ള മൊണാസ്ട്രിയും കണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കുറേ ചരിത്രങ്ങളും മനസ്സിലാക്കി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗാർണി ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ട്. ഗിഗാർഡ് മൊണാസ്ട്രിയിൽ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരെയാണ് ഗാർണി ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഗാർണി ടെമ്പിളിലേക്ക് കയറണമെങ്കിൽ ഒരു ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം 1500 അർമേനിയൻ ഡ്രാംസ് കൊടുത്താൽ ഈ ടിക്കറ്റ് ലഭിക്കും. അർമേനിയയിലെ കറൻസി ഡ്രാംസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6.5 അർമേനിയൻ ഡ്രാംസ് ലഭിക്കും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ അർമേനിയയുടെ ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഈ ഗാർണി ടെമ്പിളിൻ്റെ പരിസരത്തിലേക്ക് കടന്നു. ഈ ഗാർണി ടെമ്പിൾ സത്യത്തിൽ ഒരു വലിയ സൂര്യക്ഷേത്രമാണ്. അതായത് ഗ്രീക്കോ റോമൻ കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു വലിയ ഒരു സൂര്യക്ഷേത്രമെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആധുനിക അർമേനിയക്കാർ ക്രിസ്ത്യൻ മതവിശ്വാസികളാണെങ്കിലും അതിനു മുമ്പ് അവർ ബഹുദൈവ വിശ്വാസികളായിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ തിരീഡിയസ് ഒന്നാമൻ എന്ന അർമേനിയൻ ചക്രവർത്തിയാണ് മിഹിർ എന്ന സൂര്യദേവൻ്റെ നാമത്തിൽ ഈ ക്ഷേത്രം പണി കഴിച്ചത്. മിഹിർ എന്ന് പറയുമ്പം സ്വരാഷ്ട്രീയൻ മതത്തിൻ്റെ ഒരു സ്വാധീനം അർമേനിയക്കാരുടെ ജീവിതത്തിൽ എത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. കാരണം സ്വരാഷ്ട്രീയൻ മതത്തിൽ പെടുന്ന മിത്ര എന്ന ദൈവവുമായിട്ട് ഈ മിഹിറിന് അഭേദ്യമായ ബന്ധമുണ്ട്. പിന്നീട് AD 4-ാം നൂറ്റാണ്ടിൽ അന്നത്തെ അർമേനിയൻ രാജാവായിരുന്ന ടിരീഡിയസ് മൂന്നാമൻ ക്രിസ്ത്യാനിയായി പരിവർത്തനം ചെയ്യുകയും അർമേനിയക്കാർ മുഴുവൻ ക്രിസ്ത്യാനികളായി മാറുകയുമാണ് ഉണ്ടായത്. അതിനാൽ ആ കാലഘട്ടത്തിൽ അർമേനിയയിൽ നിലനിന്നിരുന്ന എല്ലാ ബഹുദൈവ ക്ഷേത്രങ്ങളും ഈ ചക്രവർത്തി നശിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഈ ഗാർണി ടെമ്പിൾ മാത്രം അദ്ദേഹം നശിപ്പിക്കാതെ നിലനിർത്തുകയാണ് ഉണ്ടായത്. ഈ കെട്ടിടത്തിൻ്റെ മനോഹാരിത തന്നെയാണ് അതിന് കാരണമായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ 1679 ഒരു ഭൂമികുലുക്കം ഈ കെട്ടിടത്തെ പൂർണ്ണമായും നിലം പതിപ്പിച്ചു. 1969-75 കാലഘട്ടങ്ങളിലാണ് ഇന്നത്തെ സ്ഥിതിയിൽ കാണുന്ന ഈ ഗാർണി ടെമ്പിളിൻ്റെ പുനർനിർമ്മാണം പൂർത്തീകരിച്ചത്. പൗരാണിക ക്ഷേത്രത്തിൻ്റെ അനുബന്ധ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ആ ക്ഷേത്ര പരിസരത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. അസാധാരണമായ വലിപ്പമുള്ള പടവുകൾ ചവിട്ടി വേണം ഈ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ. അകത്ത് കടന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ല. ഒരു പ്രതിമയോ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠയോ അങ്ങനെയൊന്നും തന്നെ ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണാനായിട്ടില്ല. എന്നാൽ അതിനകത്ത് സെല്ല എന്ന് വിളിക്കപ്പെടുന്ന ഒരു അൾത്താര പോലത്തെ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും.
പണ്ട് അതിനകത്ത് ഒരു മിഹിറിൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ റൂഫിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും ഗീഗാർഡ് മൊണാസ്ട്രിയിൽ കണ്ട പോലെ നമുക്ക് പ്രകാശദ്വാരങ്ങൾ കാണാൻ സാധിക്കും. അതിലൂടെ സൂര്യൻ്റെ കിരണങ്ങൾ ഈ അൾത്താരയിലേക്ക് അരിച്ചിറങ്ങുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഈ വലിയ പടവുകൾക്ക് മുകളിൽ തൂണുകൾക്കുള്ളിൽ കൂടി ആ ക്ഷേത്രത്തിന് ചുറ്റും നടക്കാൻ പാകത്തിന് ഒരു ഇടനാഴി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ആ ഇടനാഴിയിലൂടെ ആ ക്ഷേത്രത്തെ ചുറ്റിക്കണ്ട് ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി. അർമേനിയൻ യാത്രാവിശേഷങ്ങളുടെ തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നോട്ടിഫിക്കേഷൻസിന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക.